വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. വത്തിക്കാൻ ഡയറിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ക്രിസ്തുമസിനോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ വത്തിക്കാനിൽ ഇപ്പോൾ എല്ലാം ക്രിസ്തുമസ് മായമായി മാറിയിരിക്കുകയാണ്. ഡിസംബറിന്റെ ആകർഷണമായ പുൽക്കൂടുകളുടെ പ്രദർശനം ഡിസംബർ 8 മുതൽ ആരംഭിച്ചു. എട്ടാം തവണയാണ് തിരുപ്പിറവി ദൃശ്യങ്ങൾ അടങ്ങിയ 100 പുൽക്കൂടുകളുടെ പ്രദർശനം നടക്കുന്നത്. ഇന്റർനാഷണൽ എക്സിബിഷന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനത്തിൽ ക്രൊയേഷ്യ, റൊമേനിയ, പെറു, എരിത്രിയ എന്നിങ്ങനെ 23 രാജ്യങ്ങളിൽ നിന്നായി 132 പുൽക്കൂടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്കാരങ്ങളുടെ സവിശേഷതകൾ ഈ പുൽക്കൂടുകളുടെ നിർമ്മാണത്തിലും പ്രകടമാണ്. ജാപ്പനീസ് പേപ്പർ, സിൽക്ക്, കമ്പിളി, തേങ്ങ, ഗ്ലാസ് എന്നിങ്ങനെ വ്യത്യസ്തമാർന്ന വസ്തുക്കൾ കൊണ്ടാണ് പുൽക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 2026 ജനുവരി 8 വരെ പുൽക്കൂടുകളുടെ പ്രദർശനമുണ്ടായിരിക്കും. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷത്തിൽ ലയോ മാർപ്പാപ്പ ദുഃഖം അറിയിച്ചു. ഡിസംബർ 10 ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ സംഘർഷത്തിലുള്ള തന്റെ ദുഃഖം അറിയിച്ചത്. നിരവധി ആളുകളാണ് ഈ സംഘർഷത്തിൽ മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. മെയ് മുതൽ സംഘർഷാവസ്ഥ നിലവിലുണ്ടായിരുന്നത് നവംബറിന്റെ തുടക്കമെത്തിയപ്പോഴേക്കും ആക്രമണമായി രൂപമാറുകയായിരുന്നു. തായ്ലൻഡിലെയും കംബോഡിയയിലെയും ജനങ്ങൾക്കു വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. യൂറോപ്യൻ കൺസർവേറ്റീവ്സ് ആൻഡ് ഡിഫോർമിസ്റ്റ് ഗ്രൂപ്പ് പാർലമെന്റ് അംഗങ്ങളുമായി മാർപ്പാപ്പ ക്ലെമന്റൈൻ ശാലയിൽ കൂടിക്കാഴ്ച നടത്തി. യൂറോപ്പിന്റെ ചരിത്രത്തിൽ നിന്ന് ക്രൈസ്തവികതയെ മാറ്റി നിർത്താനാകില്ലെന്ന് പാപ്പ പറഞ്ഞു. യൂറോപ്പിലെ ക്രൈസ്തവ ലോകം നൽകിയിരിക്കുന്ന വിവിധ സംഭാവനകളെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു. ബ്ലൂ മോസ്കിലെ പ്രാർത്ഥനയുടെ പേര് പറഞ്ഞ് ചിലർ വിവാദങ്ങൾക്ക് ശ്രമിക്കുന്നതിനിടയിൽ തന്റെ വീക്ഷണം വ്യക്തമാക്കി പാപ്പ. ബ്ലൂ മോസ്കിലെ പ്രാർത്ഥനയുടെ പേരിൽ ഒരു വിഭാഗം ആളുകൾ വിവാദങ്ങൾക്ക് വഴിതുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇക്കാര്യത്തിൽ തന്റെ വീക്ഷണം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ലയോ 14 പാപ്പ വ്യക്തമാക്കി. ഡിസംബർ 9 വൈകുന്നേരം കാസൽ ഗുണ്ടോൽഫിൽ നിന്ന് വത്തിക്കാനിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് പാപ്പ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. ഒരു കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നായിരുന്നു വിവാദങ്ങൾക്കുള്ള പാപ്പയുടെ വ്യക്തവും ശക്തവുമായ മറുപടി. വാഹനങ്ങളുമായി പരിചയമുള്ള നമുക്കറിയാം അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ അതാത് സ്റ്റേറ്റിനെയും ഡിസ്ട്രിക്റ്റിനെയും സൂചിപ്പിക്കുന്നവയാണെന്ന്. അങ്ങനെയാണെങ്കിൽ വത്തിക്കാൻ സിറ്റിയിലെ വാഹന രജിസ്ട്രേഷൻ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? കണ്ടുനോക്കാം. വത്തിക്കാൻ സിറ്റിയിലെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ ആരംഭിക്കുന്നത് SCV എന്നീ അക്ഷരങ്ങളിലാണ്. ലത്തീൻ വാക്കായ സ്റ്റാറ്റസ് സിവിറ്റാറ്റിസ് വത്തിക്കാനെ എന്ന വാക്കിന്റെ ചുരുക്കെഴുത്താണ് ഇത്. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്ന ഫോർഡ് ഫോക്കസിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റ് SCV 009119 ആയിരുന്നു. തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി ലയോ 14 പാപ്പ പലതരം വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കസ്റ്റം ഗാരിയ ഇലക്ട്രിക് കാറുകളും മെഴ്സിഡസ് ബെൻസ് G580 EQ പോപ്പ് മൊബൈലും ഉൾപ്പെടെ വിവിധ ആധുനിക ഇലക്ട്രിക് വാഹനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. BMW ഗണത്തിൽപ്പെടുന്ന SUV പോലെയുള്ള വാഹനങ്ങളുമുണ്ട്. 2024 ഡിസംബറിലാണ് വത്തിക്കാൻ ആദ്യമായി ഇലക്ട്രിക് പോപ്പ് മൊബൈൽ സ്വന്തമാക്കിയത്. 2030 ആകുമ്പോഴേക്കും എല്ലാ പോപ്പ് മൊബൈലുകളും ഇലക്ട്രിക് ആക്കാനാണ് വത്തിക്കാന്റെ ആലോചന. EWTN നടത്തിയ അഭിപ്രായ സർവേയിൽ ലയോ 14 പാപ്പയ്ക്ക് ഭൂരിപക്ഷം. കണ്ടുനോക്കാം. അമേരിക്കൻ കത്തോലിക്കർക്കിടയിൽ റിയൽ ക്ലിയർ ഒപ്പീനിയൻ റിസർച്ചും EWTN ന്യൂസും ചേർന്ന് നടത്തിയ സർവേയിലാണ്
ഭൂരിപക്ഷവും ലയോ പൊന്നലമൻ പാപ്പയ്ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. സർവേയിൽ പങ്കെടുത്ത 70% ആളുകളും തങ്ങൾക്ക് ലയോ പാപ്പ അഭിമതനാണെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിയാണെന്നും അഭിപ്രായം രേഖപ്പെടുത്തി. 26% പേർ നിഷ്പക്ഷ സമീപനം സ്വീകരിച്ചപ്പോൾ വെറും 4% മാത്രമാണ് ലയോ പാപ്പയ്ക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ആഴ്ചയിൽ ലയോ പൊന്നലമൻ പാപ്പയെ സന്ദർശിച്ചു. കാസിൽ കൊണ്ടോൽഫിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ചും സംഭാഷണം തുടരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പാപ്പ ആവർത്തിച്ച് സംസാരിച്ചുവെന്ന് വത്തിക്കാൻ പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ഡിസംബർ 13 ജൂബിലിയോട് അനുബന്ധിച്ച് ഇറ്റലിയിലെ നയതന്ത്ര വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ലയോ മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. നയതന്ത്ര ഉദ്യോഗസ്ഥർ ജൂബിലിയുടെ ഭാഗമായി വിശുദ്ധവാതിലൂടെ പ്രവേശിച്ചു. ക്രിസ്ത്യാനി എപ്പോഴും ദൈവവചനത്തിന്റെ മനുഷ്യനാണെന്നും അതിനാൽ ഇരട്ടത്താപ്പില്ലാതെ ആളുകൾക്കിടയിൽ ഐക്യം വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് ആധികാരികതയുള്ളവരും സത്യസന്ധരുമായും ക്രൈസ്തവർ മാറുന്നതെന്നും പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയിൽ മാർപ്പാപ്പ പങ്കെടുത്തു. പോൾ ആറാമൻ ഹാളിലായിരുന്നു പ്രോഗ്രാം. പോൾ ആറാമൻ ഹാളിലെ ചടങ്ങിൽ വെച്ച് ബെനഡിക്ട് 16 പാപ്പയുടെ പേരിലുള്ള റാറ്റ്സിംഗർ അവാർഡ് റിക്കാർഡോ മുത്തിക്ക് മാർപ്പാപ്പ സമ്മാനിച്ചു. മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന അന്തസ്സ് മനസ്സിലാക്കാനും ആധികാരികമായ അവന്റെ വിളി തിരിച്ചറിയാനും സഹായിക്കുന്ന കലയാണ് സംഗീതമെന്ന് ലയോ പാപ്പ പറഞ്ഞു. സംഗീതവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്ത കലാകാരന്മാരുമായും പാപ്പ കഴിഞ്ഞ ആഴ്ച കൂടിക്കാഴ്ച നടത്തി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ മിഷണറി പദ്ധതിക്കായി ഗ്രാവിസിമും എദുക്കാൽസിയോനിസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടത്തുന്ന സംഗീത നിശയിലെ കലാകാരന്മാരും അണിയറ പ്രവർത്തകരുമായിട്ടാണ് പാപ്പ കൂടിക്കാഴ്ച നടത്തിയത്. കോങ്കോയിൽ പ്രൈമറി സ്കൂൾ പണിയുക എന്ന ലക്ഷ്യത്തോടെ സലേഷ്യൻ പദ്ധതിയുമായി സഹകരിച്ചാണ് ഇവർ സംഗീത കച്ചേരി നടത്തിയത്. വിവാഹ ജീവിതത്തിൽ വധൂവരന്മാർ എന്ന പോലെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ദൈവത്തോട് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് സമർപ്പിതരെന്ന് മാർപ്പാപ്പ. വിവാഹ ജീവിതത്തിൽ വധുവരന്മാരെന്ന പോലെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ദൈവത്തോട് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് സമർപ്പിതരെന്നും ക്രിസ്തുവിന്റെ സ്വരം കാതുകളിലും ഹൃദയത്തിലും സൂക്ഷിക്കുന്ന സമർപ്പിതരെയാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നതെന്നും മാർപ്പാപ്പ. റോമിൽ പരിശീലനം നടത്തുന്ന തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സമർപ്പിതരുടെയും സെമിനാരിക്കാരുടെയും സംഗമത്തിന് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. ദൈവവിളി എന്നത് ഏവർക്കുമായുള്ള രക്ഷാപദ്ധതിയിലെ ഉപകരണങ്ങളായി സ്വജീവിതം സമർപ്പിക്കാനുള്ള ക്ഷണമാണ്. ശിഷ്യത്വം ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാക്കാൻ വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ 9-ാം അധ്യായം 59-60 വാക്കുകൾ പാപ്പ ഉദ്ധരിച്ചു. സമർപ്പിതർ ഒറ്റയ്ക്കല്ലെന്നും സമൂഹത്തിന്റെ ഭാഗമായാണ് അവർ ജീവിക്കുന്നതെന്നും പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഗാഡലോപ്പെ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ലയോ മാർപ്പാപ്പ തന്റെ പൊന്തിഫിക്കേറ്റിനെ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രാദേശിക സമയം വൈകുന്നേരം 4 മണിക്ക് മാർപ്പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ മെക്സിക്കോയിൽ നിന്നുള്ള തീർത്ഥാടകരും റോമൻ കൂരിയായിലെ അംഗങ്ങളും പങ്കെടുത്തു. ഇന്നത്തെ സാഹചര്യത്തിൽ വിഷമത അനുഭവിക്കുന്ന ജനതയ്ക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നൽകുന്ന ആശ്വാസത്തെക്കുറിച്ചാണ് പാപ്പ സന്ദേശത്തിൽ പറഞ്ഞത്. ലയോ മാർപ്പാപ്പ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഗോഡലോപ്പെ മാതാവിന്റെ തിരുനാൾ ആഘോഷമായിരുന്നു ഡിസംബർ 12 നടന്നത്. ജൂബിലി വർഷത്തിന്റെ സമാപനത്തോട് അനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങിന് ഇന്നലെ വത്തിക്കാൻ സാക്ഷ്യം വഹിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ജയിൽവാസികൾക്ക് വേണ്ടിയുള്ള ജൂബിലി കുർബാനയിൽ മാർപ്പാപ്പ മുഖ്യ കാർമ്മികനായിരുന്നു.
നീതി, പ്രത്യാശ, പുനരധിവാസം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രതിബദ്ധത പുതുക്കണമെന്ന് ജയിൽവാസികൾക്ക് വേണ്ടിയുള്ള ജൂബിലി കുർബാന സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു. ജയിൽവാസികളുടെ കുടുംബാംഗങ്ങൾ, പ്രിസൺ ചാപ്ലൈൻസ്, പോലീസ്, ജയിൽ അധികാരികൾ എന്നിങ്ങനെ 90 രാജ്യങ്ങളിൽ നിന്നുള്ള 6000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗൽ, UK, പോളണ്ട്, ജർമ്മനി, മെക്സിക്കോ, ബ്രസീൽ, ഓസ്ട്രേലിയ, ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത്. റിബിബിയ, കാസൽ ഡെൽ മർമോ, ബ്രസിയ, ടെറാമോ, പെസ്കര, റീറ്റി, വാരിസ്, ഫോർലി എന്നിവയുൾപ്പെടെ നിരവധി ഇറ്റാലിയൻ ജയിലുകളിൽ നിന്നുള്ള തടവുകാരും ഉണ്ടായിരുന്നു. സെൻസ് ഓഫ് ബ്രെഡ് ആണ് വിശുദ്ധ കുർബാനയ്ക്ക് ആവശ്യമായ തിരുവോസ്തികൾ ഉണ്ടാക്കിയത്. 300-ലധികം ജയിൽവാസികൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. ഇറ്റലിയിലും വിദേശത്തുമുള്ള 10,000-ലധികം രൂപതകളിലേക്കും കോൺവെന്റുകളിലേക്കും തിരുവോസ്തികൾ നൽകുന്നതും ഇവിടെ നിന്നാണ്. കത്തോലിക്ക സഭയിലെ പുതിയ രക്തസാക്ഷികൾക്ക് ലിയോ മാർപ്പാപ്പ ആദരമർപ്പിച്ചു. സ്പെയിനിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള 174 രക്തസാക്ഷി വാഴ്ത്തപ്പെട്ടവരെ സുവിശേഷ സാക്ഷികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ ആദരമർപ്പിച്ചത്. ഡിസംബർ 14-ാം തീയതിയിലെ ആഞ്ചലസ് പ്രാർത്ഥനയ്ക്കിടയിലാണ് പാപ്പ പുതിയ രക്തസാക്ഷികളെ പരാമർശിച്ചത്. സ്പെയിനിലും ഫ്രാൻസിലും നടന്ന ആഭ്യന്തര യുദ്ധകാലത്താണ് ഇവർ ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചത്. ഇതിൽ 50 പേർ ഫ്രാൻസിൽ നിന്നുള്ളവരാണ്, 124 പേർ സ്പെയിനിൽ നിന്നുള്ളവരും. 124 രക്തസാക്ഷികളെ കൂടി വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചതോടെ 20-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ കത്തോലിക്ക സഭ അംഗീകരിച്ച രക്തസാക്ഷികളുടെ ആകെ എണ്ണം 2254 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 11 പേർ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമുണ്ട്. ആഭ്യന്തര യുദ്ധകാലത്ത് സ്പാനിഷ് കത്തോലിക്കർ സ്വീകരിച്ച വിശ്വാസത്തിന്റെ ധീരമായ നടപടിയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 5-ാം നൂറ്റാണ്ട് വരെ ക്രിസ്തുമസ് ഇന്നത്തേതുപോലെ ആഘോഷിക്കപ്പെട്ടിരുന്നില്ല. തിരുപ്പിറവി ദൃശ്യങ്ങൾ അന്ന് പുനരാവിഷ്കരിക്കപ്പെടുകയോ ക്രിസ്മസ് ട്രീയോ കരോൾ ഗാനങ്ങളോ രൂപപ്പെടുകയോ ചെയ്തിരുന്നില്ല. പോപ്പ് ലിയോ ദി ഗ്രേറ്റ് പങ്കുവച്ച ചില ക്രിസ്തുമസ് ആശയങ്ങളെക്കുറിച്ച് പറയാം. ആഗമനകാലം വളരെ പ്രധാനപ്പെട്ടതായിരുന്നുവെങ്കിലും എപ്പിഫനിക്ക് പ്രാധാന്യമുണ്ടായിരുന്നുവെങ്കിലും ക്രിസ്തുമസ് ചെറിയൊരു ആഘോഷം മാത്രമായി പരിമിതപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ പോപ്പ് ലിയോ ദി ഗ്രേറ്റിന് ക്രിസ്തുമസിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. തിരുപ്പിറവി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ക്രിസ്തുമസിനെ ഏറെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. എപ്പിഫാനി ഒരു അത്ഭുതത്തിന്റെ പര്യവസാനമാണെങ്കിൽ നാം അതിന്റെ തുടക്കത്തെ അവഗണിക്കരുതെന്നായിരുന്നു പോപ്പ് ലിയോ ദി ഗ്രേറ്റിന്റെ വിശ്വാസം. ജനനം അർദ്ധരാത്രിയിലെ ഇരുട്ടിൽ മൂടപ്പെട്ടുവെങ്കിലും അതിന് അതിൻ്റെതായ ഒരു മാന്ത്രികതയുണ്ട്. ദൈവത്തിന്റെ മഹത്വം പ്രകാശിപ്പിക്കാൻ എപ്പിഫാനി ഒരു പ്രകാശജ്വാല പോലെ എത്തുകയാണെങ്കിൽ ആ തീപ്പൊരി തൊട്ടിലിലെ ആ കൊച്ചുകുട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ക്രിസ്തു ഒരു യഥാർത്ഥ വ്യക്തിയായതിനാൽ അവിടുന്ന് ഒരു പുസ്തകത്തിലെ ആശയമോ അക്കാദമിക് നിർവചനമോ അല്ല. അവിടുത്തോട് കൂടുതലെടുക്കാൻ അവിടുത്തെ തിരുപ്പിറവി മുതൽ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. ചെറുതും നിസ്സഹായനുമായ ഉണ്ണിയേശുവിനെ ആരാധിക്കുന്നത് സ്വർഗത്തിലെ പരിധിയില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. പുൽക്കൂടിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നാം കരുതുന്നതിലും വളരെ കൂടുതലായി എത്തിച്ചേരുന്നു. അത്ഭുതകരമായ രഹസ്യത്തിന്റെ പ്രകാശമെന്നാണ് തിരുപ്പിറവിയെ പോപ്പ് ലിയോ ദി ഗ്രേറ്റ് വിശേഷിപ്പിച്ചത്. അതുപോലെ ക്രിസ്തുമസ് കാലത്ത് തന്റെ ഹൃദയത്തെ ഏറ്റവും അധികം സ്പർശിച്ച കാഴ്ചകളിലൊന്ന് പള്ളിയിൽ തിരുപ്പിറവി ദൃശ്യം കാണാൻ വന്നു നിൽക്കുന്ന കുട്ടികളാണെന്നും പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട്. നക്ഷത്രത്തിൽ നിന്നുള്ള വെളിച്ചം അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നതായി താൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം അനുസ്മരിക്കുന്നു. ക്രിസ്മസ് ദിനങ്ങളിലേക്ക് നാം കുറെ കൂടി അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ പോപ്പ് ലിയോ ദി ഗ്രേറ്റിന്റെ വാക്കുകളെ നമുക്ക് ധ്യാനിക്കാം. കൂടുതൽ അർത്ഥവത്തായി ക്രിസ്തുമസിനെ സ്വീകരിക്കാൻ ഈ ചിന്തകൾ നമ്മെ പ്രേരിപ്പിക്കട്ടെ. വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.